Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, good morning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, എവിടെ വരെയാ നമ്മൾ എടുത്തു നിർത്തിയത്? ഇമ്പോർട്ടൻസ് തുടങ്ങിയോ? ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. റെസ്പോണ്ട് ചെയ്യാം. ഇല്ല. ഓക്കെ, ഇപ്പൊ ഇമ്പോർട്ടൻസ് തുടങ്ങിയാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ. സ്റ്റാർട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിൽ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബെനിഫിഷ്യൽ പാക്കേജ് ലഭ്യമാക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസിനെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും. തീർച്ചയായിട്ടും അതിന്റെ റിട്ടേൺ ആയിട്ട് അവർ നല്ല മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷൻ അതിന്റെ ബെറ്റർ റിസൾട്ട് ടൈമിൽ തന്നെ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ ഈ എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ പ്രാധാന്യം എന്താന്ന് പറയുമ്പോഴും മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതൊക്കെ തന്നെയാണ്. അതായത് എംപ്ലോയീസിനെ ഹാപ്പി ആക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയി നല്ല മാക്സിമം എഫോർട്ട് കൂടിയിട്ട് വർക്ക് ചെയ്യും. ആക്ച്വലി എന്താണ് അതിന്റെ റിട്ടേൺ ആയിട്ട് അവർ മാക്സിമം അല്ലെ മാക്സിമം എഫോർട്ടോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് അവർക്ക് എളുപ്പം നേടിയെടുക്കാനായിട്ട് സാധിക്കും. Following factors highlight the importance of a fringe benefits. Okay, ഈ fringe benefitsന്റെ importance നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്. തീർച്ചയായിട്ടും നമുക്ക് അതിന് അല്ലെ ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് ലഭ്യമാകുന്നത് അല്ലെ. സാലറിക്ക് അപ്പുറം മറ്റേതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് എംപ്ലോയർ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ലഭ്യമാകുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ദ എംപ്ലോയീസ് ടു ബി ഫിനാൻഷ്യലി സൗണ്ട്. എക്സാമ്പിൾ മെഡിക്കൽ അസിസ്റ്റൻസ്, കൺസ്യൂമർ സൊസൈറ്റീസ് ആൻഡ് ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ കണ്ടായിരുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് മെഡിക്കൽ ആയിട്ട് എന്തെങ്കിലും ചെലവുകളൊക്കെ വരുമ്പോൾ അത് വഹിക്കാനായിട്ട് ഒരു സപ്പോർട്ട് അല്ലെ. മെഡിക്കൽ ആയിട്ടുള്ള അസിസ്റ്റന്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയൊരു എമൗണ്ട് കോൺട്രിബ്യൂഷൻ ഒരുപക്ഷെ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്താൽ കൂടി അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യും. കാരണം ഇൻ കേസ് എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് ബർഡൻ വഹിക്കേണ്ട വരില്ല അല്ലെ. എംപ്ലോയിക്ക് കുറച്ച് സപ്പോർട്ട് എന്താണ് ആ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേമാതിരി തന്നെ കൺസ്യൂമർ സൊസൈറ്റി അല്ലെ. നമുക്കറിയാം എന്താണ് ക്വാർട്ടേഴ്സിലൊക്കെ താമസിക്കുന്നവർക്ക് നമ്മൾ കണ്ടായിരുന്നു കൺസ്യൂമർ സൊസൈറ്റികളൊക്കെ വഴിയാണ് അവർക്ക് സാധനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കും. അപ്പോൾ വലിയ അല്ലെ ചിലവില്ലാതെ തന്നെ അവർക്ക് വലിയ മിതമായ നിരക്കിൽ തന്നെ അവർക്ക് സാധനങ്ങൾ ലഭ്യമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ലീഗൽ ആൻഡ് എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ് അല്ലെ. നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യകതകൾ നിറവേറ്റേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ലോണോ അങ്ങനെ മറ്റേതെങ്കിലുമൊക്കെ സൗകര്യങ്ങളൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു ഇൻ കേസ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും ഒരുപക്ഷെ എന്താണ് ഫിനാൻഷ്യലി ബേർഡൻ ആയിട്ട് തന്നെ ആ ഒരു എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അല്ലെ. ആ ഒരു തൊഴിലെടുപ്പിൽ നിന്നല്ല ചെറിയ രീതിയിലുള്ള ഒരു സഹായം ഇൻ കേസ് ചിലപ്പോൾ ആണെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ടായിരിക്കും അവര് എന്താ ലോണുകളൊക്കെ അനുവദിക്കുന്നത്. എങ്കിൽ കൂടി അങ്ങനെ ഒരു അവസരം ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ സാലറിയിൽ നിന്നൊക്കെ കട്ട് ഔട്ട് ചെയ്തു പോകും എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടൊക്കെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റി ആർക്ക് ഫീൽ ചെയ്യും? ആർക്കായിരിക്കും ഇതൊക്കെ ഫീൽ ചെയ്യുന്നത്? ഒരു സുരക്ഷിത ബോധം അല്ലെ. സുരക്ഷിതത്വ ബോധം ആർക്കായിരിക്കും ഫീൽ ചെയ്യുക?
ഇവിടെ തന്നെ ഉണ്ടാ? എംപ്ലോയിക്കാണോ എംപ്ലോയറിനാണോ ഫീൽ ചെയ്യുന്നത്? ആർക്കായിരിക്കും ഫീൽ ചെയ്യുന്നത്? അതായത് അവർക്ക് ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകുമ്പോൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലായിട്ടുള്ള എന്തെങ്കിലും ലോൺ സൗകര്യങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ ആർക്കായിരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്? ആർക്കായിരിക്കും? എംപ്ലോയിക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ ഇങ്ങോട്ടേക്ക് തന്നെ വരിക. നമ്മള് എന്താണ് നമ്മുടെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സിലേക്കും അതിന്റെ ഇമ്പോർട്ടൻസിലേക്കൊക്കെ പോവാം. അപ്പൊ എന്താണ് എംപ്ലോയിക്ക്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് അത്തരത്തിലുള്ള ഫീലിങ്സ് എംപ്ലോയിക്ക് എന്താണ് സ്വമേധയെ നേടാനായിട്ട് സാധിക്കും. Such benefits result in substantial savings which can be invested for financial security after recruitment. ഓക്കെ, നമുക്കറിയാം എന്താണ് തൊഴിൽ അല്ലെ, തൊഴിൽ അപേക്ഷകളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സുകളൊക്കെ ആ കമ്പനിയിൽ നിന്ന് ലഭ്യമാക്കാൻ തുടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു സേവിങ്സ് നീക്കി വെക്കാനും സാധിക്കും അല്ലെ. നമുക്കറിയാം പഠിക്കുന്ന ടൈമിലേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ കേസ് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ സേവിങ്സ് ഒക്കെ നേരത്തെ കൂട്ടി അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അതൊരു ഫിനാൻഷ്യലി സെക്യൂരിറ്റി വർക്കേഴ്സിന് ഉളവാക്കി കൊടുക്കാനായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊണ്ട് സാധിക്കുമെന്നാണ് തസ്ലീം പറയുന്നത്. ക്ലിയർ ആണോ? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. റിഡക്ഷൻ ഇൻ ആട്രീഷൻ റേറ്റ്. എന്താണ് റിഡക്ഷൻ ഇൻ ആട്രീഷൻ റേറ്റ് എന്ന് പറയുന്നത്? നോക്കാം. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇൻഡ്യൂസ് ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ്. നമുക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് ലഭ്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഇൻഷുറൻസ് ഒക്കെ കവറേജ് ഒക്കെ ലഭ്യമാകുന്നു എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും സാലറിയിൽ നിന്ന് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഒക്കെ കൊടുത്തുകൊണ്ടായിരിക്കും അവര് ഇൻഷുറൻസിൽ ഭാഗധേയത്വമാകുന്നത്. അല്ലെ, ആക്ച്വലി നമുക്കറിയാം നമ്മുടെ കാലങ്ങൾക്ക് ശേഷം അല്ലെ എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് വരുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള എന്താണ് നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകാനായിട്ട് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ലോങ് ടൈം ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റും കൂടിയാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ അല്ലെ നമ്മൾ ബേസിക്കലി ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊണ്ട് സാധ്യമാക്കുന്നത്. സോ എന്താണ് അവിടെ തൊഴിലാളികൾക്ക് ഒരു ഇച്ചിരിയും കൂടിയും ഒരു അല്ലെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടി സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മാർത്ഥതാബോധം അവരിലുള്ളതാകും. കാരണം നമുക്ക് വേണ്ടിയിട്ട് അല്ലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നത്. സോ എന്താണ് അവരോട് ഒരു പ്രതിജ്ഞാബദ്ധത അല്ലെ, ഒരു കമ്മിറ്റ്മെന്റ്, ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവരെ പ്രകടമാക്കാനായിട്ട് തുടങ്ങും. This result in a reduction of a training and recruitment cost. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ ട്രെയിനിങ് റിഡക്ഷനും റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ഒക്കെ കുറഞ്ഞു പോകുന്നത്? അതായത് അവര് ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് തയ്യാറാവാതെ വരും. കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം ആനുകൂല്യങ്ങളൊക്കെ എംപ്ലോയർ നൽകുന്നുണ്ട് എന്നുള്ളൊരു അസംഷനിൽ തന്നെ ആ ഒരു ജോലി തുടർന്നു കൊണ്ട് പോകാനായിട്ട് അവര് താല്പര്യപ്പെടുന്നു. സോ അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള ആ ഒരു ഒരു ആഗ്രഹം അവർ ജനിക്കുന്നില്ല. then അങ്ങനെ വരുമ്പോൾ വീണ്ടും അഡീഷണൽ ആയിട്ട് ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി ട്രെയിനിങ് ഒക്കെ നടത്തി അവിടെയുള്ള എംപ്ലോയിനെ കണ്ടെത്തേണ്ട ഒരു ആവശ്യകത എന്താണ് തൊഴിലുടമയ്ക്ക് വരുന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ കൊടുക്കുമ്പോൾ തൊഴിലുടമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതായത് തൊഴിലാളികള് നല്ലൊരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് തൊഴിലാളികൾ തയ്യാറാവില്ല. സോ അങ്ങനെ വരുമ്പോൾ മറ്റു തരത്തിലുള്ള ചെലവുകൾ അല്ലെ, മറ്റു വീണ്ടും തൊഴിലാളികളെ കണ്ടെത്തി അവരെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി അവരെ സെലക്ഷൻ അല്ലെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ആ ഒരു ജോലിയിലേക്ക് തരപ്പെടുത്തി കൊണ്ടുപോകേണ്ട കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്തു പോകാനായിട്ട് സാധിക്കും. Fringe benefits are a key factor that have a bearing on the employee's decision to leave or continue with his employer. ഓക്കെ, അവർക്ക് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ടാണ് ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊണ്ട് സാധ്യമാകുന്നത്. അതായത് അവിടെ നിന്ന് വിട്ടുപോകേണ്ട, തൊഴിലുടമയോടൊപ്പം തന്നെ നമുക്ക് മുന്നേറാം എന്നുള്ളൊരു ഹൈ ഡിസിഷൻ അല്ലെ, അവർ നല്ലൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിരിക്കും ഏതൊരു തൊഴിലാളികളും ശ്രമിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്, അതിൽ നിന്ന് ആ തൊഴിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഫ്രിഞ്ച് ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ടായിരിക്കില്ലേ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ ലഭ്യമാക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കും അല്ലെ. തൊഴിലാളികൾക്ക് ബേസിക് സാലറി മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ മറ്റു കമ്പനികൾ അതിനേക്കാൾ കൂടുതൽ ഓഫേഴ്സ് ഒക്കെ നൽകുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടിട്ട് മറ്റൊരു കമ്പനി തേടി പോകാനായിട്ട് അവർ ശ്രമിക്കും. ഓക്കെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവർ തയ്യാറാവുകയും ഇല്ല.
ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻസെന്റീവ്സ് ഓക്കെ, എന്ത് വേണമെങ്കിലും ആവാം. ഇൻസെന്റീവ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ട്രാവലിംഗ് അലവൻസ് എല്ലാം അല്ലെ. ഏത് രീതിയിലും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് നമ്മൾ കണ്ടു അല്ലെ. ഒരുപാട് ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചു അല്ലെ. ഒരുപാട് ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ട് പഠിച്ചില്ലേ? എല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പെടുന്നതാണ്. നമ്മൾ ആ ടേബിൾ വരച്ചുകൊണ്ട് ഇത് പഠിച്ചായിരുന്നു അല്ലെ. അതിലേക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകളൊക്കെ സർവീസ്, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, വെൽഫെയർ റിട്രേഷൻ ഫെസിലിറ്റീസ് അല്ലെ, സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട് അല്ലെ. ഈ ഒരു ടേബിളിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്. ടൈപ്പ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ ബെനിഫിറ്റ്സുകളും എന്താണ്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. അപ്പൊ ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നമുക്ക് ലഭ്യമാകുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും തൊഴിലാളികൾ ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇൻസെന്റീവ്സും എല്ലാം തന്നെ ഇതിൽ പെടും. ഓക്കെ, ഇത് ലോട്ട് ഓഫ് ദ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എന്താണ് അടുത്തതായിട്ട് അല്ലെ, ഒരു എംപ്ലോയീസ് ബെനിഫിറ്റ്സ് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് പറയുമ്പോൾ, അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ കണ്ടു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്, നെക്സ്റ്റ് റിഡക്ഷൻ ഇൻ അട്രീഷൻ റേറ്റ്. ഇങ്ങനെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ലഭ്യമാകുന്നത് കൊണ്ട് അതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവര് തയ്യാറാവുന്നില്ല. എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. എന്താണ് എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? അതായത് ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയാണ് അല്ലെ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഇംപ്രൂവ് മോട്ടിവേഷൻ, ടേക്ക് കെയർ ഓഫ് ദ ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്, help the employees to relax mentally and physically with schemes like holidays, homes and sports, and impart many other benefits. ഓക്കെ, നമ്മൾ കണ്ട ബെനിഫിറ്റ്സുകളെല്ലാം പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു അല്ലെ. അവിടെ എന്താണ് റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെ, ഹില്ലി ആയിട്ടുള്ള പ്ലേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. അപ്പൊ വിശ്രമിക്കാനായിട്ടും അല്ലെ, പിറ്റേ ദിവസത്തേക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വർക്കിങ്ങിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ ആ തരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുമ്പോൾ അതെല്ലാം എങ്കിലും നമ്മൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിച്ച് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെന്താണ് മെന്റലി ആൻഡ് ഫിസിക്കലി അവർ ഹാപ്പി ആവുകയാണ് അല്ലെ. അപ്പൊ പലതരത്തില് റിലാക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളും തൊഴിലാളികൾക്ക് വേണ്ടി ലഭ്യമാകുന്നുണ്ട്. സോ ഇങ്ങനെ വരുമ്പോൾ എന്താണ് അത് വർക്കിലും അതിന്റെ ആ ഒരു പ്രത്യേകത കാണാനായിട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും അല്ലെ. ഭയങ്കര സ്ട്രെസ്സോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നവരും വളരെ റിലാക്സ് ചെയ്തിട്ട് വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നവരുടെ റിസൾട്ട് നമ്മൾ വേരിയേഷൻ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം തീർച്ചയായിട്ടും റിലാക്സ് ചെയ്ത് വളരെ സംതൃപ്തമായിട്ട് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ബെറ്റർ റിസൾട്ട് ആയിരിക്കും അവിടെ ലഭ്യമാകുന്നത് അല്ലെ. അതാണ് അവിടെ എടുത്ത് പറയുന്നത്. ഫിസിക്കലി ആൻഡ് മെന്റലി അവർക്ക് പലതരത്തിലുള്ള റിലാക്സേഷൻ ഒക്കെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രത്യേകത റിസൾട്ടിൽ കാണും. എംപ്ലോയീസ് വിത്ത് ഹെൽത്തി മൈൻഡ് ആൻഡ് ബോഡി ആൻഡ് ഫീലിംഗ് സെക്യൂരിറ്റി ആർ highly efficient and perform better in terms of quality. ഓക്കെ, ഗുണമേന്മയുള്ള ബെറ്റർ രീതിയിലായിരിക്കും അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ ഹൈലി എഫിഷ്യന്റ് അല്ലെ, നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അവിടെ ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അവിടെ ലഭ്യമാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ജോലിയിലാണോ, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണെങ്കിൽ നല്ല ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും. അതല്ല സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫേമിലാണെങ്കിൽ നല്ലൊരു ബെറ്റർ സർവീസ് അല്ലെ, സർവീസ് മറ്റുള്ളവരോട് നല്ല രീതിയിലുള്ള റിസൾട്ട് അല്ലെ, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും ആ ഒരു വർക്കറിൽ നിന്ന് അല്ലെ, ആ എംപ്ലോയറിൽ നിന്ന് പ്രകടമാകുന്നത്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ആരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ്? എംപ്ലോയർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി അത് നല്ല കാര്യക്ഷമമായ നല്ല രീതിയിലുള്ള നല്ല ബെറ്റർ റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. Motivated workers are induced to improve their abilities and knowledge. Okay, നമുക്കറിയാം ഇച്ചിരി പ്രചോദനം അല്ലെ, നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ടെൻഡൻസി ഉള്ള പേഴ്സൺസ് തീർച്ചയായിട്ടും എന്താണ് ഒരു ഉത്സാഹഭരിതരായിരിക്കും എന്ത് നേടിയെടുക്കാൻ അല്ലെ, പുതിയ പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രോബ്ലംസുകളൊക്കെ ചലഞ്ചുകളൊക്കെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതിലേക്ക് നേരിടാനായിട്ടുള്ള നോളജ് ഒക്കെ സമ്പാദിക്കാനായിട്ട് അവർ തയ്യാറായിരിക്കും. All these factors have a positive effect on productivity. ഓക്കെ, നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഉത്പാദനത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ അല്ലെ, നമ്മുടെ റിസൾട്ടിലേക്ക് ഏതെങ്കിലും ഓർഗനൈസേഷൻ ആണോ ആ ഓർഗനൈസേഷന്റെ റിസൾട്ട് എടുത്തു നോക്കുമ്പോൾ അവിടേക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും ലഭ്യമാകുന്നത്. കാരണം എന്താണ്, അവര് മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്തോഷഭരിതരായിട്ട് അല്ലെങ്കിൽ ഉത്സാഹത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും.
സോ അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മാക്സിമം നല്ല ബെറ്റർ റിസൾട്ട് ആയിരിക്കും അവര് പ്രകടമാക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ പോയിന്റ്സുകളൊക്കെ ഇതിന് ചോദിക്കാട്ടോ. ഡാഷ് വർക്കേഴ്സ് ആർ യൂസ്ഡ് ടു ഇംപ്രൂവ് ദെയർ എബിലിറ്റീസ് ആൻഡ് നോളജ്, അല്ലെ? അപ്പൊ ഏത് വർക്കേഴ്സ് ആയിരിക്കും അവരുടെ ഹൈ എഫിഷ്യന്റ് ഒക്കെ പ്രകടമാക്കാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റിയിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്നത്? മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ്. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോഴാണ് അവർക്ക് നല്ലൊരു പ്രേരക ഘടകമായിട്ട് അവിടെ ആ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം അവിടെ നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസിന്റെ ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. നമുക്കറിയാം ഓരോ ഭാഗത്തും അല്ലെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അങ്ങനെ കുറെ പോയിന്റ്സുകളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെഡിങ്ങുകൾ മോസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. അത് വിച്ച് ഓഫ് ദം ഈസ് നോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇമ്പോർട്ടൻസ് പെടാത്തത്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇത്തരത്തിലെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവെ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് ഇങ്ങനെ വലിയ ഒരു അല്ലെ, നമുക്ക് ആൻസർ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതാനായിട്ടൊന്നുമില്ല, ബ്രീഫ് ആയിട്ടുള്ളതൊന്നുമില്ല, ജസ്റ്റ് അല്ലെ മോക്ക് ക്വസ്റ്റ്യൻ നിങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് തീർച്ചയായിട്ടും എന്താണ് അതിൽ നിന്ന് അല്ലെ ചൂസ് ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് പ്രിഫറബിളി ഇത് ഇങ്ങനെ തന്നെയാണ് ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ ഇമ്പോർട്ടൻസിന്റെ ഒക്കെ ഹെഡിങ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഒക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. ക്രിയേറ്റ് ട്രസ്റ്റ് ആൻഡ് വാംത്ത് ഇൻ എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഓക്കെ, നല്ലൊരു തൊഴിലാളി ബന്ധം എന്ന് പറയുമ്പോൾ തൊഴിലുടമ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തൊഴിലാളികളുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോ വേണമെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയിലായിരിക്കും ആ സ്ഥാപനം. ചിലപ്പോ ആണെങ്കിൽ എന്താണ് അവിടെ ഒരു ട്രാവലിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ചിലപ്പോ ആണെങ്കിൽ അവിടെ സർവീസ് ഉള്ള വാഹനം തുടങ്ങി അവിടെ നിന്ന് വിട്ടുപോരുന്നവരേക്കും അല്ലെ ആ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടുന്നവരേക്കൊക്കെ ട്രാവലിംഗ് സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്താൽ നമുക്കറിയാം എംപ്ലോയിയുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞിട്ടാണ് തൊഴിലുടമ അത് ചെയ്തു കൊടുക്കുന്നത്. രണ്ട് ഉദ്ദേശം ഉണ്ടാവും, കറക്റ്റ് ടൈമിൽ എംപ്ലോയി എത്തണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ മോസ്റ്റ്ലി നമുക്കറിയാം തൊഴിലാളികൾക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഏത് ബെനിഫിറ്റ്സും അവരുടെ എംപ്ലോയിയുടെ ആവശ്യം കണ്ടറിഞ്ഞിട്ടാണ് ലഭ്യമാക്കേണ്ടത്. അവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസിനും ലഭ്യമാകുന്ന തരത്തിലുള്ള ബെനിഫിറ്റ്സ് പാക്കേജുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരോടൊരു വിശ്വാസവും അല്ലെ ഒരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് തൊഴിലുടമ ഈയോട് തൊഴിലാളികൾക്ക് തീർച്ചയായിട്ടും എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മേക്ക് ദ എംപ്ലോയീസ് ഫീൽ that their needs are taken care of by the employer. Okay, തൊഴിലുടമ തൊഴിലാളികളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ടാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ലഭ്യമാകുന്നത് എന്നുള്ള ഒരു മൈൻഡാണ് ആർക്കുള്ളത്? തൊഴിലാളികൾക്ക് ഉള്ളത്. The rewards for a good performance assure employees that their work is being recognized by the employer. ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അല്ലെ അവർക്ക് പാരിതോഷികങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ. ഈ പറഞ്ഞ മാത്രം ഇൻസെന്റീവ്സും അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ നന്നായിട്ട് പ്രൊജക്ട് ഒക്കെ ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് റിവാർഡുകളൊക്കെ അംഗീകാരങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ. കാരണം ഞാൻ വർക്ക് ചെയ്തതുകൊണ്ട്, ഞാൻ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ട്, ഞാൻ റിസ്ക് എടുത്ത് വർക്ക് ചെയ്തിട്ട് എനിക്ക് അതിന്റെ ബെറ്റർ റിസൾട്ട് അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് പാരിതോഷികം കിട്ടി എന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ചാരിതാർത്ഥ്യം അവർക്ക് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ആയിരിക്കും ആര് തമ്മിൽ ഉണ്ടാവുക? തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെ. എങ്ങനെ വരാൻ സാധ്യതയില്ലേ? എല്ലാവരെ പോലെ തന്നെ ഞാനും ചെയ്തത്, പക്ഷെ ഞാൻ കുറച്ചും കൂടി എഫേർട്ട് റിസ്ക് എടുത്ത് ഇത്തിരിയും കൂടി നല്ല രീതിയിൽ ടാർഗറ്റ് എളുപ്പത്തിൽ ചെയ്ത് തീർത്തെങ്കിൽ എന്താണ് നമ്മളെ കൺസിഡർ ചെയ്ത് എന്തെങ്കിലും അവാർഡ് തരുമ്പോൾ നമുക്കൊരു അംഗീകാരം കിട്ടിയില്ലേ? കിട്ടൂലേ? അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഫീലിങ്സ് വരുമ്പോഴെന്താണ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ നമ്മൾ റിസ്ക് എടുത്തത് അറിയുന്നുണ്ട് എന്നൊരു തോന്നൽ കൂടി അവർക്ക് ഉളവാക്കാനായിട്ട് സാധിക്കുന്നു. All in all, a spirit of mutual trust prevails between the employer and the employees. Okay, നമുക്കറിയാം അവിടെ ആത്മാർത്ഥമായിട്ട് അല്ലെ അവര് തമ്മിൽ നല്ലൊരു വിശ്വസ്തത, നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രം ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നു, വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള റിവാർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത?
അവർ തമ്മിൽ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു അഭേദ്യമായിട്ടുള്ള ബന്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ടും അവരുടെ വിശ്വാസം അല്ലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റും ഒക്കെയാണോ? റിഡക്ഷൻ ആർബിട്രേഷൻ റേറ്റ് എന്താണെന്ന് മനസ്സിലായോ? എന്താണ് പ്രധാനമായിട്ടും അതിന്റെ അല്ലെ ആ ഒരു കമ്പനിയെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എംപ്ലോയി ആഗ്രഹിക്കുന്നു അല്ലെ, എംപ്ലോയർ തീരുമാനമെടുക്കുന്നു, അതിൽ നിന്ന് വിട്ടുപോകുന്ന നിരക്ക് അതുകൊണ്ട് തന്നെ കുറയുന്നു അല്ലെ, റിഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് നമുക്കറിയാം, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് അല്ലെ നല്ല രീതിയിൽ അവരുടെ റിസൾട്ടിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. ദെൻ അത്യാവശ്യം ഫ്രണ്ട് ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ആ കമ്പനിയോടൊപ്പം തന്നെ നിലകൊള്ളാനായിട്ട് തൊഴിലാളികൾ ആഗ്രഹിക്കും. അങ്ങനെ വരുമ്പോൾ മറ്റൊരു കമ്പനിയിലേക്ക് പോകുക എന്നുള്ള ആ ഒരു റേറ്റ് ആ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ എന്താണ് അട്രിഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ, വായിച്ചു നോക്കണോ? ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഇപ്പോ എംപ്ലോയി ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. ഓക്കെ, എന്താണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നോക്കാം. First one പറയുന്നത് നോക്കാം. Certain problems that may arise while administering employee benefits programs which are as follows. First one, parentelism charge. Okay, first one പറയുന്നത് എന്താണ്, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പാരന്റലിസം ചാർജ്. പാരന്റലിസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാരന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫാദർ മദർ അല്ലെ. അപ്പൊ പാരന്റലിസം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്? കുട്ടികളോട് പാരന്റ്സ് കാണിക്കുന്ന ആ ഒരു രീതി അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എംപ്ലോയർ എന്താണ് പാരന്റും എംപ്ലോയി എന്ന് പറയുന്നത് കുട്ടികളുമാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ആണ് ഇവിടെ വരുന്നത്. ആ ഒരു പരിഗണനയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നോക്കാം എന്താണത്. Numerous benefits are offered by the employers to their employees. It seems as if the company is paying the role of the parents and the employees. Okay, പാറ്റേണലിസം ചാർജ് എന്നല്ല, അത് പാരന്റലിസം ചാർജ് എന്നാണ്. പിതൃത്വം എന്നുള്ള ഒരു രീതിയാണ് അതിൽ അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളത് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാറ്റേണലിസം എന്ന് പറയുന്നത് പാരന്റ്സിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെ കാണിച്ചു വരുന്നത്. നോക്കാം. When numerous benefits are offered by the employers to their employees, it seems as if the company is playing the role of parents and the employees are their children. Okay, നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് എന്താണ്, അവിടെ പാരന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് തൊഴിലുടമയും കുട്ടികളായിട്ട് ഫീൽ ചെയ്യുന്നത് എംപ്ലോയീസുമാണ്. Sometimes employees, okay, sometimes employees develop feelings that the service and benefits offered to them are actually their rights, which is actually not correct. Okay, actually നമുക്കറിയാം പാരന്റ് എന്നുള്ള ഒരു കൺസിഡറേഷൻ വരുമ്പോൾ എന്താ, കുട്ടികളെ എപ്പോഴും അല്ലെ നമ്മൾ ചെയ്ത് തരേണ്ട ഒരു ഡ്യൂട്ടി എന്നുള്ള ഒരു മൈൻഡാണ് അല്ലെ. കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മള് പാരന്റ്സ് എപ്പോഴും എന്താണ് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടും, അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ അവർ പറയാതെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. ദാറ്റ്സ് എ പാരന്റ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ കമ്പനിയിലെ തൊഴിലുടമ എന്ന് പറയുമ്പോൾ തൊഴിലാളികളെ അങ്ങനെ ഒരു കൺസിഡറേഷൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരെ റിസ്ക് എടുത്ത് അവരെ കോസ്റ്റ് മുടക്കിയിട്ടാണ് ഈ ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അഡീഷണൽ ആയിട്ടുള്ള ഒരു കോസ്റ്റുകളാണ്, അതായത് സാലറിയും കൂടിയിട്ടുള്ള ഒരു എഗ്രിമെന്റിലാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. പക്ഷെ അതിനപ്പുറം സാലറിക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾ കുട്ടികൾക്ക് ചെയ്യുന്ന അതേ കൺസിഡറേഷനോട് കൂടിയിട്ടല്ല എംപ്ലോയി പരിഗണിക്കേണ്ടത്. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ടാണ് തൊഴിലുടമ തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യുന്നത് അല്ലെ. ആ ഒരു മനോഭാവമാണ് വെച്ച് പുലർത്തേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. Sometimes employees develop feelings that the service and benefits offered to them are actually their rights. അല്ലെ, അവരെ
അവകാശമാണെന്നുള്ളൊരു ഫീലിങ്സ് ആണ് തൊഴിലാളികളെ വെച്ച് പുലർത്തുന്നത്, വിച്ച് ഈസ് ആക്ച്വലി നോട്ട് കറക്റ്റ്. അത് ശരിയായ ഒരു കാര്യമല്ല. ഇറ്റ് മീൻസ് ദാറ്റ് എംപ്ലോയീസ് ടേക്ക് ദ എംപ്ലോയേഴ്സ് പാരന്റൽ കെയർ ഫോർ ഗ്രാന്റഡ്. അവിടെ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയർ എന്ന് പറയുന്നത് എന്താണ് അവർക്ക് കൊടുക്കുന്നത് പാരന്റൽ കെയർ ആണെങ്കിലും റിസ്ക് എടുത്തിട്ടാണ് ആ പാരന്റൽ കെയർ കൊടുക്കുന്നത് അല്ലെ. അവര് കാശ് മുടക്കിയിട്ടാണ് ആ ഒരു കെയർ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എന്താന്നുള്ളത്? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഇനി ഡൗട്ട്? നമുക്ക് നോക്കാം നെക്സ്റ്റ് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, നമുക്കറിയാം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള റിസ്ക് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട് അല്ലെ. കമ്പനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ദ ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ഓഫേർഡ് ടു ദ എംപ്ലോയീസ് വിച്ച് സസ്റ്റെയിൻസ് ഹ്യൂജ് കോസ്റ്റ്. ഓക്കെ, നമുക്കറിയാം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് എംപ്ലോയീസിനെ ഒരുപാട് വലിയ വലിയ കമ്പനി ആകുമ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവരെ എല്ലാ ആർക്കൊക്കെയാണ് ഇതിനെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കുക എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അല്ലെ. മൊത്തത്തിൽ നമുക്കറിയാം അവിടെ ചിലപ്പോൾ ഫ്രഷേഴ്സ് കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും അല്ലെ. ഇത്രയും സാലറി ബാർഗെയിൻ വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും സാലറി മേടിക്കുന്നവർക്കൊക്കെയാണ് ഇത്രയും ബെനിഫിറ്റ്സുകളൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഇത്രയും നാള് ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണ് അല്ലെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാക്കുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. അതൊക്കെ കണക്ക് കൂട്ടി മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. സോ നോക്കാം. കമ്പനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ദ ബെനിഫിറ്റ് ആൻഡ് സർവീസ് ഓഫേർഡ് ടു ദ എംപ്ലോയീസ് വിച്ച് സസ്റ്റെയിൻ ഹ്യൂജ് കോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹ്യൂജ് കോസ്റ്റിലേക്ക് പോകുന്ന അല്ലെ നിലനിന്ന് പോകുന്നുണ്ട്. It involves a tedious process of making large outlays or direct and indirect financial expenditures, and also involves a substantial paperwork. ഓക്കെ, അതില് നമ്മള് കൂടുതലായിട്ടും അല്ലെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമ്മൾ ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറെയൊക്കെ എളുപ്പമാണ് അല്ലെ. അപ്പൊ ഈ തുടക്കത്തിലൊക്കെ ഇങ്ങനെയുള്ള ഫ്രഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. മാനുവലി ഓരോരുത്തരുടെയും അവരുടേതായിട്ടുള്ള ഡാറ്റാസുകളൊക്കെ കളക്ട് ചെയ്ത് അവരിൽ നിന്ന് പേപ്പർ വർക്കുകളല്ലേ. അതുകൊണ്ടാണ് ഇവിടെ പേപ്പർ വർക്കിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേപ്പർ വർക്കുകൾ നടപടിക്രമങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിനു ശേഷം മാത്രമാണ് ഫ്രഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ തൊഴിലാളികൾക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ, ഒരു വലിയ ചിലവാണെന്നാണ് എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെഡിങ്സ് ഒക്കെ നിങ്ങൾ മോസ്റ്റ്ലി മനസ്സിലാക്കി തന്നെ പോവുക, ബൈ ഹാർട്ട് പഠിക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ഹെഡിങ് ഒക്കെ ഓർത്ത് വെക്കുക. ഹ്യൂജ് എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ അതേപോലെ തന്നെ ഒരു കെയർ അല്ലെ, ഒരു പാരന്റിന്റെ കെയർ നമ്മളൊരു കൺസിഡറേഷൻ വരുമ്പോഴും അത് റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ബിക്കമിങ് ന്യൂ ട്രെൻഡ്. ഓക്കെ, ബിക്കമിങ് ന്യൂ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോ ഒരു കമ്പനിയിൽ നമ്മൾ പ്രവേശിച്ചു അല്ലെ, അവിടെ ബേസിക് സാലറിക്ക് അപ്പുറം കുറച്ച് ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ഓഫർ നൽകുന്ന വേറൊരു കമ്പനിയിലാണ് മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് പുതിയ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് അവർക്ക് ഇതിനേക്കാളും ബെറ്റർ ആണല്ലോ ആ കമ്പനി എന്നുള്ളൊരു ടെൻഡൻസി അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ റിട്ടൻഷൻ റേറ്റ്, വിട്ടുപോകുന്ന നിരക്ക് കുറയുന്നതിന് പകരം ഇച്ചിരി കൂടി നല്ല ബെറ്റർ ആനുകൂല്യങ്ങളുള്ള കമ്പനികൾ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സും കൂടി അവിടെ ഉളവാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നോക്കാം. when a company offers certain benefits and service to its employees, it establishes a process of a competition in other companies as well, and in order to prove themselves as better, other companies also start providing these benefits. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാക്കി കൊടുക്കുന്നത്. പക്ഷെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ മറ്റ് കമ്പനികളും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ വലിയ കാര്യമായിട്ട് ബെനിഫിഷ്യൽ പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് എംപ്ലോയീസിനെ സംതൃപ്തിപ്പെടുത്താനുള്ള കുറെ പാക്കേജുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കുമ്പോൾ മറ്റു കമ്പനികളും ഏതാണ്ട് ഇതൊക്കെ തന്നെ അവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സം ഓഫ് ദ ബെനിഫിറ്റ്സ് വിച്ച് വേർ പ്രീവിയസ്ലി unknown but now have become common are credit union and servants pay. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം
ചിലതെല്ലാം അല്ലെ, ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല, മിക്കവാറും എല്ലാ കമ്പനികളും സാലറിക്കൊപ്പം തന്നെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ എല്ലാവരും ലഭ്യമാകുന്നത് അല്ലെ. ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ആയിരിക്കും അവിടെയുള്ള എംപ്ലോയീസിന് ഫീൽ ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ മാത്രമേ തന്നെ അവര് നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ചിലപ്പോൾ അധികം ഉണ്ടാവണം എന്നില്ല. കാരണം മറ്റു കമ്പനികൾ നൽകുന്ന പോലെ ഈ കമ്പനിയും തരുന്നു അല്ലെ എന്നുള്ള ഒരു മൈൻഡിലേക്ക് എടുക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഇപ്പൊ പ്രോഗ്രാംസിൽ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ബിക്കം ന്യൂ ട്രെൻഡ്. ഇതൊരു ന്യൂ ട്രെൻഡ് ആയിട്ടാണ് അവശേഷിക്കുന്നത് അല്ലെ. അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത എംപ്ലോയീസും ഉണ്ടാകാം. ഓക്കെ, ക്ലിയർ അല്ലേ? യാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ്. നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ലെസ് പ്രൊഡക്റ്റീവ് ആയിട്ട് എംപ്ലോയി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ ബെനിഫിഷ്യൽ പാക്കേജിൽ പറഞ്ഞു ഒരു മാക്സിമം എഫോർട്ടോടുകൂടി വർക്ക് ചെയ്യും. കാരണം നമ്മൾ അവരുടേതായിട്ടുള്ള നീഡ്സ് ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്താന്നുള്ള ഒരു കൺസിഡറേഷനിൽ അവർ നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്നുള്ള ഒരു കൺസിഡറേഷൻ വരുമ്പോൾ എന്താവും? Less productive employees or the employees who are unable to do much fruitful work for the company stay in their jobs just because of the fact that the company provides a lot of benefits and service to its employees. Okay, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവര് അത്യാവശ്യം ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകും. ഇപ്പൊ ഞാൻ അത്യാവശ്യം മാക്സിമം വർക്ക് ചെയ്താലും ചെയ്തില്ലേലും കോമൺ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എനിക്ക് ലഭ്യമാകും എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരും അല്ലെ. അപ്പൊ അവർക്ക് ബേസിക് സാലറിയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഇങ്ങനെ എന്താണ് മോസ്റ്റ്ലി അവര് വർക്ക് ചെയ്താൽ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഒന്നും അവർക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല അല്ലെ. ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയി ഓർ ദ എംപ്ലോയീസ് ഹു അനേബിൾ ടു ഡു മച്ച് ഫ്രൂട്ട്ഫുൾ അല്ലെ. കൂടുതൽ ഫലപ്രദമായ രീതിയിലുള്ള വർക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അല്ലെ. Stay in this their job just because of the fact that the company provides a lot of benefits and service to its employee. കാരണം അത്യാവശ്യം ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കമ്പനി തരുന്നുണ്ട്, സാലറി കിട്ടുന്നുണ്ട്. ഇനി അതിനപ്പുറം നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലെ ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ഒരു മൈൻഡിലേക്ക് തൊഴിലാളികൾ മാറാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? യാണോ? ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? ഒന്നുകൂടി നോക്കാം. ഓക്കെ ആണെന്നാണോ? ഒന്നുകൂടി പറയേണ്ടത് എന്തെന്നാണോ? നോക്കാം. ലെസ് പ്രൊഡക്റ്റീവ് എംപ്ലോയീസ് ഓർ ദ എംപ്ലോയീസ് ഹു ആർ അൺഏബിൾ ടു ഡു മച്ച് ഫ്രൂട്ട്ഫുൾ വർക്ക് അല്ലെ ഫോർ ദ കമ്പനി. അവർക്ക് കൂടുതലായിട്ട് ഫലപ്രദമായ രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷൻ വരുന്നില്ല അല്ലെ. അൺഏബിൾ ടു ഡു, അത് ചെയ്യാനായിട്ട് അവർ ആ താല്പര്യം കാണിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് അവര് അങ്ങനെ ചെയ്യാത്തത്? കാരണം ഓൾമോസ്റ്റ് എന്താണ് അവർക്ക് കിട്ടേണ്ട ഇൻഫാക്ട് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കമ്പനി അത്യാവശ്യം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സും അവരുടെ ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടുള്ള സാലറിയൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനപ്പുറം അവര് കഷ്ടപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള റിവാർഡ്സ് ഒന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡിലേക്ക് അല്ലെ. കിട്ടുന്നത് മതി, എനിക്ക് അത്യാവശ്യം സാലറിയും ബെനിഫിഷ്യൽ പാക്കേജ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ജസ്റ്റ് ഹെഡിങ് വെച്ച് നോക്കാം. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അവോയ്ഡിങ് അതർ എംപ്ലോയീസ് ഫങ്ഷൻസ്. ഓക്കെ, അവോയ്ഡിങ് അതർ എംപ്ലോയീസ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? While paying attention towards the employee's benefits and service, the employer generally becomes more focused on its provision and administration. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു അല്ലെ. അവരുടെ ടേബിളും ഡയഗ്രാംസ് ഒക്കെ കണ്ടു. അതിൽ ഒരുപാട് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഉണ്ട്. അപ്പൊ തൊഴിലാളികളെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് എപ്പോഴെപ്പോഴും അതിനു വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൊഴിലുടമ നിൽക്കുമ്പോൾ എന്താ പ്രത്യേകത? Generally become more focused on its provision and administration. അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. In such cases, other aspects of personal programs are fully neglected or at least attention is paid to them. ഓക്കെ, ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൽ മാത്രമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. മറ്റു ബിസിനസ് പ്രവർത്തനങ്ങളിലേക്കൊന്നും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ തൊഴിലുടമയെ സംബന്ധിച്ച് ഓവറോൾ എല്ലാ കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം അല്ലെ. ഭരണ കാര്യങ്ങൾ നിർവഹിച്ചു പോകണം. അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്താണ് ഒരു ഉള്ളി
ആ എംപ്ലോയിനെ മാത്രം സംതൃപ്തി കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് ബിസിനസ് എന്താണ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമുക്കറിയാം പലതരത്തിലുള്ള എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് അല്ലെ മറ്റു മാർക്കറ്റ് സംബന്ധമായ ഒരുപാട് ഫാക്ടേഴ്സുകളൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. സോ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് അത് മാർക്കറ്റിൽ വിപണനം ചെയ്തെങ്കിൽ മാത്രമാണ് ഉദ്ദേശിച്ച ഫലം നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള നഷ്ടം സംഭവിക്കാനും സാധ്യതകളുണ്ട് അല്ലെ. Then in such cases, other aspect of a personal programs are fully neglected or at least attention is paid to them. Particularly due to over emphasizing on these benefits and services, employees often develop a concern for their future security instead of a present productivity. Okay, ഇപ്പൊ നമുക്കറിയാം ഫ്യൂച്ചറിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ആ ഒരു ഉത്പാദനക്ഷമത ഒക്കെ ആയിരിക്കും, പക്ഷെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ട് ആ ഒരു ബിസിനസ് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിനെ ഡിപെൻഡ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെ. അവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഗവൺമെന്റ് ആക്ടുകളുടെ ഒക്കെ കീഴിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ എല്ലാം കൂടി ഒന്നിച്ച് നമുക്കറിയാം ഏത് ബിസിനസ് ആണെങ്കിലും അല്ലെ അതിനനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെയുള്ള തൊഴിലാളികളെ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഫ്യൂച്ചർ ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതാണ് പറയുന്നത് അവോയ്ഡ് അതർ എംപ്ലോയി ഫങ്ഷൻസ്, മറ്റ് ഫങ്ഷൻസുകളിലൊന്നും ഉൾപ്പെടാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ാണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് എടുത്തത്. അതായത് ബെനിഫിറ്റ്സും എടുത്തു, അതോടൊപ്പം തന്നെ പ്രോബ്ലംസും എടുത്തു അല്ലെ. ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് കണ്ടു, പ്രോബ്ലംസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സും കണ്ടു. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പോകാനുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലാണ് അവരെ കിട്ടുള്ളൂ. എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? ലാസ്റ്റ് പോയിന്റ്, അവോയ്ഡിങ് അതർ എംപ്ലോയി ഫങ്ഷൻസ്. While paying attention towards the employee benefits and service, the employer generally become more focused on its provision and administration. അതായത് നമ്മള് അല്ലെ അവിടെ എംപ്ലോയിയുടേതായിട്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ സർവീസുകൾക്ക് അവരുടെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ അറ്റൻഷൻ, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തൊഴിലുടമ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അല്ലെ അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുഴുവനായിട്ട് നമുക്കറിയാം ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല പല കാര്യങ്ങൾ അവിടെ എന്താണ് വരുന്നുണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതില് മെയിനായിട്ട് തൊഴിലുടമ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇൻ സച്ച് കേസസ്, അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ other aspect of a personal programs are fully neglected or at least attention is paid to them. ഓക്കെ, നമുക്കറിയാം മറ്റു കുറെ ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഫിനാൻഷ്യലി കുറെ ഘടകങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കുറെ ഫാക്ടേഴ്സുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ നമുക്കറിയാം ഒരു സ്ഥാപനമൊക്കെ ചിലപ്പോൾ ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവിടുത്തെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് അതിനു വേണ്ടി മാത്രം നിലകൊള്ളുമ്പോൾ എന്താണ് മറ്റു കാര്യങ്ങൾ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ കോൺസിക്വന്റ്ലി അതിന്റെ പരിണതഫലം എന്തായിരിക്കും? Due to overemphasizing on these benefits and services, employees often develop a concern for their future security. Okay, നമുക്കറിയാം അവർക്ക് എന്താണ് ആ ഒരു അല്ലെ ആ ഒരു മൊത്തത്തിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഫ്യൂച്ചറിനെ സംബന്ധിച്ച് മൊത്തത്തിൽ അവർക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് പ്രസന്റ് പ്രൊഡക്ടിവിറ്റി, ഇപ്പൊ നിലവിൽ ഒരു പക്ഷെ നമുക്കറിയാം ആ തൊഴിലാളികളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ജോലികളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ, ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ അഫക്ട് ചെയ്യോ അല്ലെങ്കിൽ മാർക്കറ്റിൽ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവോ, നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കിട്ടോ, ഫിനാൻഷ്യലി ബർഡൻ വരോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് ചിന്തിക്കാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല. മോസ്റ്റ്ലി അവിടെയുള്ള എംപ്ലോയീസിന്റെ ഒരു പ്രൊഫഷന് വേണ്ടി മാത്രമാണ് താല്പര്യപ്പെടുന്നത്. സോ ഇപ്പൊ ഒക്കെ ആയിരിക്കും, പ്രസന്റ് എന്താണ് പ്രൊഡക്ടിവിറ്റി ഒക്കെ ആയിരിക്കും, പക്ഷെ ഫ്യൂച്ചറിനെ അത് ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ ആണോ?
അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഓക്കെ, എംപ്ലോയീസ് റിലേഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത്. കൺസെപ്റ്റ് ഓഫ് എംപ്ലോയി റിലേഷൻസ് എന്താണ് എംപ്ലോയീസ് റിലേഷൻസിൽ പറയുന്നത്? അതായത് നമുക്കറിയാം ഒരുപാട് ബന്ധം വരുന്നുണ്ട് അല്ലെ, തൊഴിലുടമ തൊഴിലാളി ബന്ധത്തിനെ മാത്രമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാര്യമായിട്ട് നമുക്ക് നോക്കാം. എംപ്ലോയി റിലേഷൻസ് ആർ നോൺ ബൈ ഡിഫറെന്റ് നെയിംസ് സച്ച് ആസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ് ആൻഡ് ലേബർ റിലേഷൻസ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്. ഓക്കെ, നമുക്കറിയാം വ്യത്യസ്ത പേരുകളിൽ നമുക്ക് ഈ എംപ്ലോയി റിലേഷൻസ് അല്ലെ, തൊഴിലാളികളുടെ ബന്ധത്തെ കുറിച്ച് നമുക്ക് വിശേഷിപ്പിക്കാം. വ്യവസായ റിലേഷൻ അല്ലെ, ഇൻഡസ്ട്രി റിലേഷൻസ്, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, ലേബർ റിലേഷൻസ് എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടാം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോയേരെ. Then it is distinguished by prompt changes, industrial troubleness and holding philosophies both nationally and internationally, and hence represents one of the most intricate challenges for the modern industry societies. Okay, അത് ഇത്തരത്തിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിന് പെട്ടെന്നൊക്കെ മാറ്റങ്ങൾ വരാം അല്ലെ. ഈ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യവസായ ബന്ധങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തത്വചിന്തകളുമായി ബന്ധപ്പെട്ട്, നാഷണലി ഡെവലപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പറഞ്ഞ ബന്ധങ്ങളിലൊക്കെ എന്താണ് വ്യത്യസ്തങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. It is a constantly changing process that is based on social patterns, the economic system and the political organization of the country. Okay, നമുക്കറിയാം ഒരു വ്യക്തമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ സാമുദായികമായ അല്ലെ, സാമൂഹികമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും പല കാര്യങ്ങൾ കൂടി ഒരു വ്യവസായത്തിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ഒരു വ്യവസായം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കമ്പനി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വ്യവസായം അവിടെ നിലനിന്ന് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ട് പല അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ നമ്മള് വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ ചില കരാറുകളിലൊക്കെ ഒപ്പിട്ടുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അല്ലെ. ചില ഓഹരികളൊക്കെ മറ്റു കമ്പനികളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ അതിൽ നിന്ന് മേടിക്കുകയും അതിന്റെയൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെ, മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ബന്ധത്തോട് കൂടിയിട്ടായിരിക്കും അവര് മുന്നോട്ട് പോകുന്നത്. അതേമാതിരി തന്നെ നമുക്കറിയാം രാഷ്ട്രീയ ലോബികളും ഇതിലെ അല്ലെ, രാഷ്ട്രീയ സ്വാധീനങ്ങളും ഇതിനെ ഉൾക്കൊള്ളാറുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമുക്കറിയാം ചില അല്ലെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഒക്കെ രൂപീകരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ വിലക്ക് ഏർപ്പെടുത്തും അല്ലെ. എങ്ങനെ ഉണ്ടാവാറില്ലേ, അങ്ങനെ കേൾക്കാറില്ലേ ന്യൂസുകളിലൊക്കെ ഉണ്ടാവാറില്ലേ? ചില രാഷ്ട്രീയ അല്ലെ കക്ഷികളൊക്കെ ഭരിക്കുന്ന ടൈമുകളിലൊക്കെ എന്താണ് ഇന്ന രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള മാറ്റേഴ്സ് കേൾക്കാറില്ലേ? ഇല്ലേ? സാധ്യതകളില്ലേ? അതായത് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനവും ഇൻഡസ്ട്രിയെ ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് അവിടെ എടുത്ത് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റിന്റെ അസംസ്കൃത വസ്തുക്കൾ മറ്റുള്ള രാജ്യത്തിൽ നിന്ന് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ലേ? അപ്പൊ അവര് പറയാണ് ഇനി മറ്റേ ഈ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നില്ല, അങ്ങനെ ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ റോ മെറ്റീരിയൽസ് അമിതമായ നിരക്ക് ആ രാജ്യത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും അല്ലെ, ഇറക്കുമതി ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. അപ്പൊ അങ്ങോട്ടേക്ക് കയറ്റുമതി അവിടെ നിരോധനാജ്ഞ വന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തേക്കുള്ള എക്സ്പോർട്ട് കയറ്റുമതി നിരോധനാജ്ഞ വന്നതുകൊണ്ടാണ് നമുക്കത് ലഭ്യമാകാതെ വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ് it is constantly changing a process that is based on social patterns and the economic system and the political organization of the country. ഓക്കെ, അപ്പൊ രാജ്യത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ സാമൂഹികമായിട്ടുള്ള ആക്ഷനുകൾ, സാമ്പത്തിക വ്യവസ്ഥ, ഇതെല്ലാം തന്നെ ഇതിനെ ബാധിക്കുന്നുണ്ട്, ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഓക്കെ, രാഷ്ട്രീയ സ്വാധീനം ഗവൺമെന്റ് മാറുന്നതനുസരിച്ചിട്ടുള്ള വ്യവസായത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വാധീനം കുറയുന്നു. ചിലപ്പോഴൊക്കെ എക്കണോമിക് സിസ്റ്റം അല്ലെ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ, രാജ്യത്തിലെ സാമ്പത്തിക അവസ്ഥ അത് ശോഷിക്കുമ്പോഴും അത് അല്ലെ ഗ്രോവിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിലും അതും ബാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ ഇതെല്ലാം തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? അതിനൊക്കെ ബേസ് ചെയ്യുന്നില്ലേ ഒരു വലിയ വ്യവസായ സ്ഥാപനം? ഇതൊക്കെ ഇതിനാണ് നമ്മൾ പഠിക്കണേന്നാണ് ആശ്രയിക്കുന്നത്. എംപ്ലോയീസ് റിലേഷൻസിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ അല്ലെ ഇതിനെല്ലാം ഈ റിലേഷൻസിനൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. The term industry relations is made up of two words, industry and relations. അപ്പൊ മനസ്സിലാക്കി വെക്കുക, രണ്ട് വേർഡ്സ് ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്, വ്യവസായം ആൻഡ് ബന്ധങ്ങൾ അല്ലെ.
where industry denotes a fruitful and create activity that involves individuals or a group of people, and the relations denote association between employer and employee, employee and employee, labor union and management, organization and society, etc. Okay, അവിടെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒക്കെയാണ് നമുക്കറിയാം അവിടെ എന്താണ് വ്യക്തികളും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് വ്യവസായശാല എന്നൊക്കെ പറയുന്നത്. അതേസമയം റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു തീമിലേക്ക് വരുമ്പോഴാണ് അവർക്ക് മാറ്റങ്ങൾ വരുന്നത്. ബന്ധങ്ങൾ എന്ന് പറയുന്ന തീമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ തൊഴിലുടമ തൊഴിലാളി ബന്ധം മാത്രമല്ല ഉള്ളത്, എംപ്ലോയി തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഒരുപക്ഷെ അവിടെയുള്ള എംപ്ലോയികൾ പരസ്പരം ബന്ധങ്ങൾ പെടുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവണം. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് നാച്ചുറലി മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അതേസമയം നമുക്കറിയാം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിയനുകൾ ഉണ്ടാവും അല്ലെ, ലേബർ യൂണിയനുകൾ. അതേപോലെ തന്നെ തൊഴിലുടമയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ തമ്മിലുള്ള നല്ലൊരു ബന്ധം, നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവില്ല, തർക്കങ്ങൾ ഉണ്ടാവില്ല, ആ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സൊസൈറ്റി അല്ലെ, ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെയൊക്കെ എന്താണ് നല്ല രീതിയിൽ എല്ലാവരുമായിട്ടൊരു ബന്ധം ഉണ്ടായെങ്കിൽ ഈ ഒരു കേസ് നമുക്കറിയാം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെർമിഷൻ വരില്ലേ? പഞ്ചായത്തിന് ഏത് സ്ഥലത്താണോ നമ്മൾ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് ആ സ്ഥാപനം സ്ഥാപിക്കുന്നത് മുതൽ തന്നെ നമുക്ക് അത് സ്ഥാപിക്കാനായിട്ടുള്ള പെർമിഷൻ ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ നമുക്ക് നേടേണ്ടതായിട്ട് വരും. വേണ്ടി വരില്ലേ? അല്ലെ? അപ്പൊ അവരുമായിട്ടൊരു നല്ല ബന്ധമില്ല എങ്കിൽ നമുക്ക് കമ്പനീനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബന്ധം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് തൊഴിലുടമ തൊഴിലാളി ബന്ധം മാത്രമല്ല അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, പലതരത്തിലുള്ള റിലേഷൻഷിപ്പുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചാൽ മാത്രമാണ് ആ കമ്പനിക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വിച്ച് എക്സിസ്റ്റ് ഇൻ ഇൻഡസ്ട്രി. ഓക്കെ, അതാണ് അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. Then, therefore, industrial relations is the relationship between the employees and the management, which is a direct or indirect result of the union-employer relationship. Okay, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ്, നമുക്കറിയാം ഒരു കമ്പനിയിൽ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് അവിടെയുള്ള തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. ഇൻ കേസ് ഒരു കമ്പനിയിൽ യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിയനുകൾ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്. അതൊക്കെയല്ലേ? എംപ്ലോയർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും മാനേജ്മെന്റ് അല്ലേ? അതെ. അതേമാതിരി തന്നെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും യൂണിയനുകൾ. ഓക്കെ, അപ്പൊ അവിടെ മോസ്റ്റ്ലി നമുക്കറിയാം ആ ഒരു ബന്ധം ഓക്കെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. Therefore, industrial relations is the relationship between the employees and the management, which is a direct or indirect result of the union employer relationship. അവിടെ നേരിട്ടോ അല്ലാതെയോ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എംപ്ലോയറും തൊഴിലുടമയും തൊഴിലാളികളും അല്ലെങ്കിൽ യൂണിയൻ നേതാക്കളും ഒക്കെ ആയിട്ട് പരസ്പരം അവരൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ചു പോകേണ്ടത്. Then industrial relations can be understood in both narrow as well as wide sense. In the narrow sense, industrial relations talk about every sort of association between all the members of an organization, such as between employees, unions, and workers. ഓക്കെ, ഇവിടെ നമുക്ക് അപ്പൊ രണ്ട് രീതിയിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി. കാരണം റിലേഷൻ എന്നുള്ള പദമില് ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള കുറച്ച് പേര് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ആ ഒരു ബന്ധം മാത്രം പോരാ അല്ലെ? അപ്പൊ അവിടെ രണ്ട് സെൻസുകളുണ്ട്. എന്താണ്? അവിടെ വൈഡ് സെൻസും ഉണ്ട്, നാരോ സെൻസും ഉണ്ട്. നാരോ സെൻസിലാണെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള മെമ്പേഴ്സ് നമ്മൾ അല്ലെ, തൊഴിലുടമയും തൊഴിലാളികളും യൂണിയനുകളും തൊഴിലുടമയും അല്ലെ, അങ്ങനെയുള്ള ആ ഒരു ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നാരോ സെൻസിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. Then this concept is basically used in Indian and Britain. In the wider sense, industrial relations talk about all forms of associations that the organization forms with a different segment of the society which come into its contact. Okay, wide sense എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ എല്ലാ തരത്തിലുള്ള അസോസിയേഷനുകളും ഉണ്ട് അല്ലെ? നമുക്ക് പറയാം ഇന്റർനാഷണൽ അസോസിയേഷൻ, ILO പോലെയുള്ള ഇന്റർനാഷണൽ അസോസിയേഷന്റെ എല്ലാ തരത്തിലുള്ള ഇതുകളുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ? നാരോ സെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൊഴിലുടമ, മാനേജ്മെന്റ്, തൊഴിലാളികൾ, യൂണിയൻ, ഓക്കെ, ഇത്രയുമുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉള്ളിൽ തന്നെ ആ കമ്പനിയുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു നല്ലൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു മാനറാണ്.
അത് നമുക്ക് അതിനെയാണ് നമ്മൾ നാരോ സെൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. വൈഡർ സെൻസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് മോസ്റ്റ്ലി മറ്റു തരത്തിലുള്ള എല്ലാ അസോസിയേഷൻ അല്ലെ, എല്ലാ തരത്തിലുള്ള ഡിഫറെന്റ് സെഗ്മെന്റ്സ്, വ്യത്യസ്ത വിഭാഗങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത സമൂഹങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം, അഭേദ്യമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മാർക്കറ്റിൽ വിപണനം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പോളം അല്ലെ, ആ മാർക്കറ്റിംഗ് ഫീൽഡുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. നമുക്കൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇൻ കേസ് പുറത്തുനിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കരാർ വ്യവസ്ഥകളൊക്കെ ആയിട്ട് ഒപ്പിടേണ്ടതുണ്ടെങ്കിൽ അപ്പൊ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. സോ വൈഡർ സെൻസ് എന്ന് പറയുമ്പോൾ അത് വിശാലമായിട്ട് കിടക്കുകയാണ്, എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ഓക്കെയാണോ? എന്തെങ്കിലും ഐഡിയ കിട്ടിയോ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ചിട്ട്? അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഫ്രഞ്ച് ബെനിഫിറ്റ്സും അവിടെ കണ്ട റിലേഷൻഷിപ്പ് മാത്രമല്ല, നിങ്ങളുടെ ഇൻഡസ്ട്രി എന്ന കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി അല്ലെ വൈഡായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചു പേരുടെ ഇതുകളാണ്, ഓരോരുത്തരും അഭിപ്രായമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് എന്താണ് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടാനുണ്ട് അല്ലെ, കൺസെപ്റ്റ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസിന് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെടാം. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് Okay, the term industrial relations നമുക്കറിയാം, ടു വേർഡ്സ് ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻസ്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്തേരെ, അതിനൊക്കെ എങ്ങനെയാണ് മീൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തേരെ. അതേമാതിരി തന്നെ നാരോ സെൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് അല്ലെ, എംപ്ലോയീസ്, എംപ്ലോയർ, യൂണിയൻ ആൻഡ് വർക്കേഴ്സ് ഒക്കെ ആയിട്ടാണ് ഒരു ബന്ധം, അവിടെ അഭേദ്യമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, വൈഡർ സെൻസ് എന്ന് പറയുമ്പോൾ അല്ലെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ചെയ്യാം. ഓക്കെ, അപ്പൊ 2-3 പോയിന്റ്സുകൾ നോട്ട് ചെയ്യാനുണ്ട്. ഓക്കെ അല്ലേ, നോട്ട് ചെയ്തോ? ഓക്കെ, ഇന്നടുത്തതിൽ എന്തെങ്കിലും ചെയ്തില്ലേ? അതായത് എംപ്ലോയി റിലേഷൻസ് ആർ നോൺ ആസ് ഡിഫറെന്റ് നെയിംസുകൾ, അത് നോട്ട് ചെയ്യാം. അതേമാതിരി തന്നെ ടുവേർഡ്സ് ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻസ്, അതിന്റെയൊക്കെ അല്ലെ, ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റി ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആൻഡ് റിലേഷൻ ഡിനോട്ട്സ് അസോസിയേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ എംപ്ലോയി, എംപ്ലോയി ആൻഡ് എംപ്ലോയി, ലേബർ യൂണിയൻ ആൻഡ് മാനേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള. ഓക്കെ, അത്രയും കാര്യമൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ അതേമാതിരി തന്നെ 2 സെൻസ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക, വൈഡ് സെൻസ് ആൻഡ് നാരോ സെൻസ്. നാരോ സെൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ റിലേഷൻഷിപ്പ് അല്ലെ, അവിടെ സാധാരണയായിട്ട് എംപ്ലോയീസ്, എംപ്ലോയർ, യൂണിയൻ അല്ലെ, അതിൽ ഇൻക്ലൂഡഡ് ആവുന്ന കാര്യം എന്താന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഓടുവൺ ആവട്ടെ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. നാരോ സെൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും അല്ലെ, ആ ഒരു ചട്ടക്കൂടിനുള്ളിലുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്? നമുക്ക് എന്തെങ്കിലും എന്തായാലും ഇന്ന് എടുക്കാൻ സാധിക്കില്ല, പുതിയ ഭാഗം നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം. ഓക്കെ, ക്ലിയർ ആയോ? ആ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് മാറിയോ? പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകള്? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.